ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയുടെ ബാപ്റ്റിസം ആണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത്. കാരണം എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജനുവരി 20 നമ്മുടെ ഉണ്ണിയുടെ ബാപ്റ്റിസം. അതിനായിട്ട് ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു കേട്ടോ എൻ്റെ സാരി വന്നിട്ട്. അപ്പോൾ ആദ്യം തന്നെ സാരി ഡ്രൈപ്പിങ് കഴിഞ്ഞിട്ടാണ് സാരി എടുക്കൽ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഹെയർ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പം അധികം വലിയ മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രൈഡിൻ്റെ അത്ര മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ബാപ്റ്റിസം ആണല്ലോ, അപ്പം അതുകൊണ്ട് സിമ്പിൾ മേക്കപ്പ് അതുപോലെ തന്നെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ മതി എന്ന് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തത് ചേച്ചി തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചിയായിരുന്നു കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ മേക്കപ്പ് കഴിയണോട് കൂടിയിട്ട് ഞാൻ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും ഉണ്ടായിരുന്നു മേക്കപ്പ്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് 10:30-ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10:15 കൂടിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിന് മുന്നായിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ക്യാമറമാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പള്ളിയിൽ കയറുമ്പോൾ വൈറ്റ് ഡ്രസ്സ് മാത്രമാണ് ഇടാൻ പാടുള്ളൂ. അതിലൊരു വേറൊരു കളറോ സംഭവങ്ങളോ ഒന്നും പാടില്ല കേട്ടോ. എല്ലാ പള്ളിയിലും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാണ്. ലിയാന്ന് എഴുതിയിട്ട് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ സെപ്പറേറ്റ് അങ്ങനെ കുറേ പേരെ നിർത്തിയിട്ട് ഫോട്ടോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ടൈം അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതേ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10:15 കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതാണ് കേട്ടോ അവനെ പള്ളിയിലേക്ക് കയറ്റുമ്പോഴുള്ള ഇടുന്ന ഡ്രസ്സ്. ഇതാണ് കേട്ടോ. വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോയിലാണ് നമ്മൾ ഇടുന്നത്. വേറെ കയ്യിലോ കാലിലോ നമ്മൾ ഒരു സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് 10 മിനിറ്റ് ഇല്ല, കാറിലാകുമ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ വഴിയാണ് നമുക്ക് പള്ളിയിലേക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ നമ്മുടെ ബാപ്റ്റിസം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ആകെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫുൾ ക്ലാഷ് ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പള്ളിയിലേക്ക് എത്തി. പള്ളിയിലെത്തുമ്പോഴേക്കും നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിലെത്തി ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെക്കൻ ഉറങ്ങി കേട്ടോ. നല്ല വാശിയായിരുന്നു. കാറിൽ നിന്ന് പള്ളിയിൽ എത്തണ വരെ നല്ല വാശിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് അവിടെ ഫുൾ ഡെക്കറേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, വിഷ്ണു ചേട്ടൻ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ വരുന്നത് അധികം പേരെ നമ്മൾ വിളിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. കുറച്ച് പേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തുന്നത് തന്നെ. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ. ആത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ച് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ണീനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നതോടുകൂടി നമുക്ക് കാഴ്ച സമർപ്പണം. അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു 10 പേര് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കർത്താവ് ഈശോയുടെ അവസരത്തെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുകയും ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
അങ്ങനെ പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ ഇതോടുകൂടി അവസാനിച്ചു കേട്ടോ. അപ്പോൾ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ എൻ്റെ കസിൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് മാമോദീസ, സൈറ്റ് ലേപനം, അതുപോലെ തന്നെ കുർബാന, ഇങ്ങനെ 3 കൂദാശകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജ് വന്നിട്ടുള്ളത് നമ്മുടെ പള്ളി ഹാളിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പള്ളി ഹാളിലെ ഫസ്റ്റത്തെ ഹാളാണ്, മീൻസ് മുകളിലത്തെ ഹാളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്നവർക്ക് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് അടിപൊളിയാക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റേജിൻ്റെ ആൾക്കാരെ ഞാനാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ യൂണിറ്റിലുണ്ടായിരുന്ന ചേട്ടൻ തന്നെയാണ് സ്റ്റേജിൻ്റെ വർക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിട്ടേൺ ഗിഫ്റ്റ്, എന്താ പറയുക, വന്നവർക്ക് നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് വല്യപ്പച്ചനാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും മേടിക്കാനും അതുപോലെ തന്നെ അതിരുന്ന് പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കിയത് വല്യപ്പച്ചനും അമ്മും എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ. കൂടുതലും വല്യപ്പച്ചനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു തലേദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ വല്യപ്പച്ചൻ ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും അടിപൊളിയായിരുന്നു. എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ, എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നൊരു ആകാംക്ഷയായിരുന്നു. നമ്മൾ മിയൂസിൻ്റെ പരിപാടിക്കും ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവർക്കും എന്താ പറയുക, ആകാംക്ഷയോട് കൂടിയിട്ട് ഇതിലെന്തായിരിക്കും ഇതുപോലെ തന്നെ അവിടുത്തെ അമ്മയിലും അപ്പനായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ. അങ്ങനെ നമ്മുടെ സ്റ്റേജ് വന്നിട്ട് അതായിരുന്നു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ കേക്ക് കട്ടിങ്ങും തിരി തെളിയിക്കുന്നതും എല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസും സംഭവങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒരാൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് ആ ഒരു തിരക്കിൽ എടുത്തുതരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഡാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കളിച്ചു പിള്ളേർ. പക്ഷെ അതിൻ്റെ ഓഡിയോ ഞാൻ ഇതിൽ ഇടുന്നില്ല കേട്ടോ. ഓഡിയോ ഇടാത്തതിൻ്റെ കാരണം കോപ്പിറൈറ്റ് കിട്ടും ഈ ഒരു വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഇടാത്തത്. ഈ ഒരു ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണി ഫോട്ടോ സെക്ഷൻ്റെ സമയത്ത് നല്ല വാശിയായിരുന്നു. ഫോട്ടോസൊക്കെ ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോവാം. പള്ളിയിലത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവനെ ഫീഡ് ചെയ്യാനായിട്ട് പോയി. പക്ഷേ ഫീഡ് ചെയ്തിട്ടും അവൻ ഭയങ്കര വാശിയായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. ഫോട്ടോ സെക്ഷൻ്റെ സമയത്ത് നല്ല വാശിയായിരുന്നു, എന്തെന്നില്ലാത്ത വാശിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ബഹളം, ആൾക്കാർ കൂടി നിൽക്കുന്നതും പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടാണെന്ന് തോന്നുന്നു അവൻ ഇത്രയും വാശി പിടിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒരു 5-6 ഫാമിലി ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവനൊന്ന് ഉറങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഫുൾ കരച്ചിലും ബഹളമായിരുന്നു. ആ കരച്ചിൽ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, പക്ഷെ അവൻ കരച്ചിൽ നിർത്തുന്ന തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കരഞ്ഞോട്ടെ, നിങ്ങൾ ഫോട്ടോസ് എടുത്ത് തീർത്തു. അതുപോലെ തന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ തിരി തെളിയിക്കുന്ന സമയത്തും എല്ലാ ടൈമിലും അവൻ ഫുൾ വാശിയായിരുന്നു. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഡ്രസ്സ് അവനെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സിൻ്റെ ആ ഒരു മെറ്റീരിയൽ അവനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പള്ളിയിലത്തെ ഡ്രസ്സ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര എന്തോ ചൂടെടുക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ സെറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഫുഡ് കഴിക്കുന്ന സമയം ഒരു 1:45 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 4 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കയറണം. അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങി. ഞാൻ പറഞ്ഞില്ല, അവൻ നല്ല വാശി പിടിച്ചിട്ട് അവൻ നല്ല ഉറക്കത്തിലായി. അപ്പോൾ ആ ഒരു ഉറക്കത്തിന് ടൈം ആകുമ്പോഴേക്കും അമ്മ പറഞ്ഞു നീ പോയിട്ട് ഫുഡ് കഴിച്ചോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുഡ് എന്തൊക്കെയായിരുന്നു ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, അതുപോലെ തന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പോർക്ക് ഫ്രൈ ആയിരുന്നു എന്ന് തോന്നുന്നു, അതുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു, സർലാസ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഉപ്പിലിട്ടിട്ട് മാങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീട്രൂട്ട്, പിന്നെന്താ കുക്കുംബർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഫുഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ ഫുഡ് അടി കഴിയുമ്പോഴേക്കും നമുക്ക് പോകാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് അവനെ ഡ്രസ്സ് മാറ്റിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അവൻ ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. വന്നവരൊക്കെ കുറച്ച് പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി, കസിൻസ്, അതുപോലെ തന്നെ കുറച്ച് അയൽപ്പക്കത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഞാൻ അധികം ഗിഫ്റ്റുകളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഗിഫ്റ്റുകൾ തന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ്റെയിലായിരുന്നു ഉണ്ണി ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെ പിടിക്കാനായിട്ട് പറഞ്ഞു, കാരണം എന്നാലല്ലേ ചേട്ടനെ കാർ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിലെത്തി അവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു 6 മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമുണ്ട്, സങ്കടം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമില്ല. കാരണം ഒരു 4 ദിവസം ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമില്ല. പക്ഷേ ചേട്ടനില്ല, മാമോദിസയ്ക്ക് ചേട്ടൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു എന്ന് വന്നിരുന്നു. ഞാനങ്ങനെ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മുഖം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പുറത്ത് ഞാൻ ആരുടെ അടുത്തും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, കാരണം നമ്മുടെ പെരുന്നാളും മാമോദിസയും ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് അതിൻ്റെ അത്യാവശ്യം ക്ഷീണം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് നിന്നതാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എൻ്റെ അത്യാവശ്യം സാധനങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാറിൽ ഉണ്ണീനെ ഞാൻ അമ്മയിൽ കൊടുത്തു. ഞങ്ങൾ സ്വസ്ഥമായിട്ട് എന്താ പറയുക പോവാണ് കേട്ടോ. അപ്പോൾ അവൻ വലിയ വാശി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അത് അത്യാവശ്യം സാധനങ്ങൾ കാറിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 6 മാസം ആയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ. അങ്ങനെ ഞങ്ങളിതേ ചേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എത്ര മണിക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 4 മണിക്ക് മുന്നേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയ സമയമാകുമ്പോഴേക്കും അപ്പൂസ് നല്ല ഉറക്കത്തിലായിരുന്നു. അതുപോലെ തന്നെ നിച്ചൂസും ഉറക്കത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ബഹളം ഉണ്ടായിരുന്നില്ല. പിള്ളേരുടെ ബഹളങ്ങളും സംഭവങ്ങളൊന്നും നമ്മൾ വീട്ടിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ അമ്മയുടെ കൊടുത്തിട്ട് അവനെ കുരിശൊക്കെ വരപ്പിച്ച് അവന് തേൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൂസിൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് കയറാണ്. അപ്പോൾ ഈ തേൻ കൊടുക്കുന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് കൊടുക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ട് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ അവൻ നന്നായിട്ട് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏതാ ഈ വീട്, പരിചയമില്ലല്ലോ ഈ വീട് എന്നൊക്കെ നോക്കണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാമോദീസയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂ, എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.